നമസ്കാരം. പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഭീകരർക്ക് തങ്ങളുമായി യാതൊരു ബന്ധവുമില്ലെന്ന് വീണ്ടും ആവർത്തിക്കുകയാണ് പാകിസ്ഥാൻ. ഇന്ത്യയുടെ ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്നും ജമ്മു കശ്മീരിലെ സ്ഥിതിഗതികൾ സാധാരണ നിലയ്ക്കാകാൻ ഇന്ത്യക്ക് സാധിക്കാത്തതുകൊണ്ടാണ് ഇത്തരം വാദങ്ങൾ ഉന്നയിക്കാത്തതെന്നും പാക് വിദേശകാര്യ ഓഫീസ് അറിയിച്ചു. ലഷ്കർ-ഇ-ത്വയ്ബ, ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് തുടങ്ങിയ സംഘടനകളെ തങ്ങൾ ഫലപ്രദമായി ഇല്ലാതാക്കിയെന്നും അവരുടെ നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയും പ്രോസിക്യൂട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്നും പാകിസ്ഥാൻ അവകാശപ്പെട്ടു. പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഷഫ്ഖത്ത് അലി ഖാനാണ് ഈ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞത്. പഹൽഗാം ആക്രമണത്തിന്റെ വ്യക്തമായ തെളിവുകൾ നൽകാതെയോ വിശ്വസനീയമായ അന്വേഷണം നടത്താതെയോ ആണ് ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചതെന്ന് ലോകത്തിന് അറിയാമെന്ന് ഇദ്ദേഹം പറയുന്നു. ഓപ്പറേഷൻ മഹാദേവിനെ കുറിച്ചുള്ള ഏതൊരു അവകാശവാദവും ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഇക്കാര്യത്തിൽ ഇന്ത്യൻ ആഭ്യന്തരമന്ത്രി നടത്തിയ അവകാശവാദങ്ങൾ കെട്ടിച്ചമച്ചതാണ്. ഇത് അദ്ദേഹത്തിന്റെ വിശ്വസ്തതയെ ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു. ലോക്സഭയിൽ ചർച്ച ആരംഭിച്ച അതേ ദിവസം തന്നെ പഹൽഗാം ആക്രമണം നടത്തിയ തീവ്രവാദികൾ കൊല്ലപ്പെട്ടത് യാദൃച്ഛികമല്ലെന്നും ഷഫ്ഖത്ത് അലി ഖാൻ കൂട്ടിച്ചേർത്തു. എന്നാൽ പാകിസ്ഥാന്റെ വാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്ന തെളിവുകളാണ് ഇന്ത്യയുടെ സുരക്ഷാ ഏജൻസികൾ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. ഓപ്പറേഷൻ മഹാദേവ് എന്ന സൈനിക നീക്കത്തിലൂടെ കൊല്ലപ്പെട്ട 3 ഭീകരരും പാകിസ്ഥാൻ പൗരന്മാരാണെന്ന് സംശയാതീതമായി തെളിയിക്കുന്ന രേഖകളും വസ്തുക്കളും കണ്ടെടുത്തു. കൊല്ലപ്പെട്ട ഭീകരരുടെ പക്കൽ നിന്ന് പാകിസ്ഥാൻ നാഷണൽ ഡാറ്റാബേസ് ആൻഡ് രജിസ്ട്രേഷൻ അതോറിറ്റിയുടെ ബയോമെട്രിക് വിവരങ്ങൾ അടങ്ങിയ മൈക്രോ SD കാർഡുകളും പാകിസ്ഥാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ വോട്ടർ ID സ്ലിപ്പുകളും കണ്ടെത്തി. ഇത് അവരുടെ പാക് പൗരത്വം സ്ഥിരീകരിക്കുന്നു. പാകിസ്ഥാൻ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളും ഇതിലുണ്ട്. ഭീകരരുടെ കൈവശമുണ്ടായിരുന്ന ബാഗുകളിൽ പാകിസ്ഥാനിലെ കറാച്ചിയിൽ നിർമ്മിക്കുന്ന കാൻഡി ലാൻഡ്, ചോക്കോ മാക്സ് എന്നീ ചോക്ലേറ്റുകളുടെ കവറുകൾ ഉണ്ടായിരുന്നു. ഈ കവറുകളിലെ ബാച്ച് നമ്പറുകൾ പാക് അധീന കശ്മീരിലേക്ക് അയച്ച ചരക്കുകളുടെ വിവരങ്ങളുമായി യോജിക്കുന്നവയാണ്. ഭീകരരിൽ നിന്ന് കണ്ടെടുത്ത AK-47 റൈഫിളുകൾ പഹൽഗാം ആക്രമണത്തെ സ്ഥലത്ത് നിന്ന് ലഭിച്ച വെടിയുണ്ടകളുടെ ഷെല്ലുകളുമായി 100% യോജിക്കുന്നവയാണെന്ന് ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തി. സെൻസിറ്റീവ് ഡാറ്റയാണെങ്കിൽ കൊല്ലപ്പെട്ട ഭീകരരിൽ നിന്ന് പിടിച്ചെടുത്ത ഡാറ്റ ലൈറ്റ് ഫോണുകളിൽ നിന്നും GPS ഉപകരണങ്ങളിൽ നിന്നും ഭീകരവാദികളുടെ നീക്കങ്ങളെ കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചു. ഹാൻഡ്ലർമാരുമായി പാകിസ്ഥാനിൽ നിന്ന് നടത്തിയ റേഡിയോ ആശയവിനിമയങ്ങളും സൈന്യം ചോർത്തിയെടുത്തു. പാകിസ്ഥാന്റെ നഗരങ്ങളായ ലാഹോറിലെയും ഗുജ്റൻവാലിലെയും വോട്ടർ പട്ടികയിൽ ഈ ഭീകരരുടെ പേരുകൾ ഉണ്ടെന്നും ഇവർക്ക് പാക് അധീന കശ്മീരിൽ കുടുംബാംഗങ്ങൾ ഉണ്ടെന്നും തെളിവുകൾ വ്യക്തമാക്കുന്നു. പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർ ലഷ്കർ-ഇ-ത്വയ്ബയുടെ മുതിർന്ന കമാൻഡർമാരായിരുന്നു എന്നും ഇവർക്ക് പ്രാദേശികമായി യാതൊരു ബന്ധവുമില്ലെന്നും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ശക്തമായ തെളിവുകളുടെ വെളിച്ചത്തിൽ ഭീകരവാദത്തെക്കുറിച്ചുള്ള പാകിസ്ഥാന്റെ വാദങ്ങൾ പൊള്ളയാണെന്ന് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ഇന്ത്യ വീണ്ടും തുറന്നു കാട്ടി. ഭീകരവാദത്തിന് പിന്തുണ നൽകുന്ന പാക് നയങ്ങൾക്കെതിരെ ലോകരാഷ്ട്രങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.